ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ജിയോമെട്രി ഡാഷ്. നമ്മളിന്ന് ജിയോമെട്രി ഡാഷിലെ മറ്റേ നമ്മളെ സ്റ്റെരിയോ മാസ്റ്ററിൻ്റെ ഇതാണ്. ഞാനിതിൻ്റെ ഈ ഷിപ്പ് പാസ്സൊക്കെ ഞാനൊന്ന് പഠിച്ചു തന്നിരിക്കുകയാണ്. നമുക്കെന്തായാലും കുറച്ച് ഇതൊക്കെ ചെയ്യണം. എന്തോ റേസ് ഫോണ്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ലെവൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനിത് ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കും. ലെവൽ ഷോക്കേസ് ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് എക്സ്ട്രീം ഡീമൻസൊക്കെ ഇങ്ങനെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബർ സർപ്രൈസും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ലെവൽസൊക്കെ. നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കെന്തായാലും നമ്മളെ ബിൽഡിങ് തുടങ്ങാം. നിങ്ങൾക്കിപ്പോൾ ഗെയിമിലൊന്നും കേൾക്കാണ്ടാവില്ല, പക്ഷേ ഇക്കാലം കേൾക്കാണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ഗെയിം ലെവലിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ വീഡിയോ നോക്കിയപ്പോൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞാൻ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് കുറച്ച് സംഭവമാണ്. പിന്നെന്താ വെച്ചാൽ പിന്നെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഈ ക്ലിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല വേണ്ടത്. ഇത് ഇങ്ങനത്തെ ക്ലിക്കല്ല. നമ്മൾ ഈ സ്പൈക്ക് റിമൂവ് ചെയ്യുന്ന കാര്യം, സ്പൈക്ക് ഇല്ലാതെ തന്നെ അതൊരു റോബോട്ടിൽ ചെയ്യാൻ നല്ല പണിയാണ്. ഗൈസ് ഇക്ക് അത്ര പാടുള്ള ഗെയിം പ്ലേ ഒന്നുമില്ല. പിന്നെ ഇത് ഇങ്ങനെയല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ സ്പൈക്ക് ഉണ്ടാവുക. നമുക്ക് എന്തായാലും തുടങ്ങാം. നിങ്ങൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. ഇങ്ങനത്തെ സ്ട്രക്ചറാണ് ഇത്. ഞാൻ കണ്ടുപിടിച്ചൊരു സ്ട്രക്ചറാണത്. അത് ഞാൻ ആ വീഡിയോയിൽ അതിനെ കുറിച്ച് കുറേ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പറയണമെന്ന് കേൾക്കാമില്ല. ഓക്കെ. ഞാൻ മൈക്കൊന്നും ഇല്ലാതെയാണ് ഇത് പറയണത്. ഞാൻ മൈക്ക് എടുക്കുമ്പോൾ ഗെയിമിൻ്റെ ഓഡിയോ ഒക്കെ കേൾക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഗെയിമിൻ്റെ ഓഡിയോ കേൾക്കാൻ ഉണ്ടാവില്ലായിരിക്കാം. എനിക്കറിയാം ഗെയിമിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല ആ ഒരു മോഡിലൊക്കെ. ഇതായിരിക്കും നമ്മളെ സ്ട്രക്ചർ. ഇത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ മറന്നു പോയിക്കണം. ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഓർമ്മ വന്നത്. പിന്നെ ചെറിയൊരു സീക്രട്ട് വേ ഇതിൻ്റെ അടിയിൽ കൂടെ പോയാൽ നമുക്ക് കിട്ടും. അത് കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇതൊരു ചെറിയൊരു ടൈറ്റ് ക്യാപ്പ് ആക്കാം, കാരണം വൈ നോട്ട്. ഗൈസ് നമുക്ക് ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും പറ്റൂലേ. എന്തത് നമുക്ക് പിന്നെ കുറച്ച് ട്രാൻസിഷനൊക്കെ വെച്ചിട്ട് കുറച്ച് സെറ്റാക്കാനുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു സീക്രട്ട് വേ ഒക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞാൽ സീക്രട്ട് വേ ഒന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഒന്നും വിട്ടെടുക്കണ്ടില്ല നമ്മൾ. ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ആണ് ചെയ്യാണ്. കുറച്ച് ലേസി ഡിസൈനാണ്. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഫ്ലൈ ചെയ്തങ്ങ് പോകണം. പിന്നെ നമുക്കുണ്ടല്ലോ അങ്ങോട്ട് ഫ്ലൈ അങ്ങോട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ഗൈസ് ഇത് ഇമ്പോസിബിളാലോ. ഇതെന്താണ് ഇങ്ങനെ? അയ്യോ, ഞാനത് ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം ഹാർഡാക്കിയാന്നൊരു ചെറിയൊരു സംശയം.
സെറ്റ് നമുക്കിനി നമ്മൾ ഈ സാധനം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട്. സോ ഇത് ഭയങ്കര ഈസിയാണ് ഗൈസ്. സോ നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ട് ഗൈസ്. Okay, so okay. ഫീച്ചർ ആവുന്നില്ല. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നില്ല അത് ഫീച്ചർ ആവുന്നു. കാരണം ഇതിന് എങ്ങനത്തെ ഡെക്കറേഷൻ കൊടുക്കണമെന്ന് അങ്ങനെ അറിയില്ല. സോ ഞാൻ എന്തായാലും കസ്റ്റം ഓബ്ജക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമുക്കിത് ഒന്ന് അടിയിക്കാക്കാൻ, കാരണം മേലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ സ്ലാഗ് റൂട്ടൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും പോകില്ല, ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് പോവാം. അതാണ് എൻ്റെ ഒഫീഷ്യൽ വേ. നമുക്ക് വേണമെങ്കിൽ ആ വൈകിട്ടാണ് വേണമെങ്കിൽ കൊടുക്കാൻ. ഓക്കെ ഗൈസ്, സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ വഴി പോസിബിളാണ്. സോ നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇവിടെ ഒരു 2 ബ്ലോക്ക് നമുക്ക് ഗ്യാപ്പ് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ശ്വാസം കൊണ്ടാൻ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ഇത് മതി. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റാക്കാം. ഇതെന്തത് പിന്നെ ഞാനന്നൊരു ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് ആരും ഇതുവരെ കണ്ടിട്ടില്ല. 2 മണിക്കൂർ മുമ്പിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് കാണണം. ഓക്കെ, നമുക്ക് വ്യൂസൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് സബ്ബൊക്കെ കൂടുതൽ മതി. 17 സബിലിങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ്. അത് എന്താണാവോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, സോ നമുക്ക് ഈ സാധനം 4 ഭാഗത്തും കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ നമുക്കിനി ഇത് ഇത്ര ആഴ്ചയിൽ തന്നെ വരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഗൈസ്. സോ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് 4 ബ്ലോക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ നമുക്ക്
ഓക്കെ ഗൈസ്, സോ നമുക്കിനി ഇതിവിടെയും ഫില്ല് ചെയ്യാം. നമുക്ക് അയ്യോ ഗൈസ്, ഇവിടെ എന്താ ഗൈസ്. ഓക്കെ ഗൈസ്, സോ നമുക്കിനി ഇത് ഞാനിതെൻ്റെ ഫുൾ ഗൈസ്. ഓക്കെ ഗൈസ്, കുറേ ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്ക് അയ്യോ ഞാൻ സ്വൈപ്പേ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഒക്കെ സെറ്റ്. സോ ഇതാണ് നമ്മളെ ഒരു അക്ഷറ്. നിങ്ങൾക്കിതിലൊന്നും കേൾക്കാണ്ടാവില്ല, പക്ഷെ ഇപ്പം ചെവി പൊട്ടുന്ന സൗണ്ടാണ് ഇതിൽ. ഞാനിതിന് അത്ര സൗണ്ടിൽ ഇട്ടിക്കണത്. ഓക്കെ, ഇത് ഞാൻ സീരിയോ മാഡ്നസ് മറ്റേത് റോക്ക് കവറൊക്കെ എനിക്ക് ആ റോക്ക് കവർ നല്ല ഇഷ്ടമാണ്. സ്റ്റീരിയോ എക്സ്ട്രീംനെസ്സിൻ്റെ പാട്ടാണ് അത് ഇഷ്ടമാണ് തോന്നുന്നു. എനിക്ക് കവർ നല്ല ഇഷ്ടമായിരിക്കുന്നു, നല്ല മാച്ച് ആവുന്നുണ്ട്. കാരണം ഒരു സ്റ്റീരിയോ മാനസ് ബഫ് ചെയ്യുമ്പോൾ ഇതതിന് നല്ല മാച്ച് ആവുന്ന ഒരു കവറാണ്. സോ നമുക്ക് ചെയ്യാം. പിന്നെ ആ ഷിപ്പിന് പറ്റിയ ഒരു റോക്കറ്റിൻ്റെ സൗണ്ട്. സോ ഓക്കെ ഗൈസ്, എൻ്റെ വീട്ടിലുള്ളവരും കിടന്നുറങ്ങാൻ പോവാണ്. കാരണം രാത്രി 12 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റെക്കോർഡാണ്. 12 മണിയൊന്നുമല്ല. ഓക്കെ, സോ നമ്മളെ ഇത് സെറ്റായിട്ടുണ്ട്. നമ്മൾ എന്താണ് പറയുക, ഇവിടുന്ന് കുറച്ച് സ്ട്രൈറ്റ് ഫ്ലൈ, ഇവിടെ ഒരു സ്ട്രൈറ്റ് ഫ്ലൈ എന്നിട്ട് ഇവിടെ ഒരു സ്ട്രൈറ്റ് ഫ്ലൈ, പിന്നെ ഇവിടുന്ന് നമ്മൾ വേവ് ആവും, എന്നിട്ട് അവിടെ നിന്ന് ട്രാൻസിഷനായിട്ട് നമ്മൾ ഒരു വേവായിട്ട് പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സെറ്റാക്കാം. ഇത് നമ്മളെടുത്ത് ഇങ്ങോട്ട് വെക്കും. പിന്നെ ഇത് നമ്മളെടുത്തിട്ട് നമ്മളൊരു പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകും. സോ ഈ സ്ട്രക്ചറിൻ്റെ പേര് എനിക്കറിയില്ല. സോ നമ്മൾ സ്ട്രക്ചറിന് അങ്ങനെ പേരൊന്നും ഇടുന്നില്ല. സോ നമ്മൾ ആ ഒരു ടെക്നിക്ക് ആണ് ഉപയോഗിക്കുന്നത്. സോ ഓക്കെ, ഇതിൽ ഇങ്ങനെ ഹാഫ് മുറിഞ്ഞ സ്പൈക്കൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. കാരണമൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഞാനിതങ്ങോട്ട് മേലക്കാക്കുകയാണ്. നമ്മളതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് ബ്ലോക്ക് വെക്കുന്നുണ്ട്. ഈ ബ്ലോക്കാണ് നമ്മൾ വെക്കുന്നത്. സോ ഇത് വലിയ രസമൊന്നുമില്ല. അത് ഗൈസ്, ഇത് വേണ്ട ഗൈസ്, എന്താണിത് ഒരുമാതിരി ഫിഫ വേൾഡ് കപ്പ് പോലുണ്ട്. നമ്മൾ അഗ്ലി ചലഞ്ചസ് ഒന്നും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നല്ല അടിപൊളി സാധനം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക. സോ ഗൈസ്, ഇത് ഫുള്ള് നമ്മൾ കളയേണ്ടി വരും. കാരണം എന്താണ്, ഓക്കെ, നമ്മളിനി ഇതാണ് വെക്കണത്. മറ്റേ ഇതിങ്ങോട്ടും ഇങ്ങോട്ടും ഗൈസ്, വെയിറ്റ്. നമ്മളിനി ഇവിടെ ഈ സാധനം ആവശ്യമില്ല. ഇത് നമുക്ക് എടുത്തങ്ങ് കളയാം. കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളിങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല. സോ അങ്ങനെ നമ്മൾ ഇത് ഓക്കെ ഗൈസ്. സോ നമുക്കിനി എടുത്തിട്ട് വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഡെക്കറേഷനൊക്കെ വെച്ചിട്ട്
നമുക്ക് ഈ സ്പൈക്കിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാറൊക്കെ വെച്ചിട്ട് സ്റ്റാർ നമ്മൾ എടുത്തിട്ട് അയ്യോ വേസ് ഇതെന്തോ നമുക്ക് സ്റ്റാറൊക്കെ വെച്ചിട്ട് നമ്മൾ T4 അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് വാർപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യണില്ല. സോ നമുക്ക് നേരെ കളിയിലോട്ട് കിടക്കാം. സോ നമ്മളിനി എന്താണ് പറയുക, ഒരു വലിയൊരു സ്ട്രക്ചറാണ് ഇത് വെച്ചിട്ട് ചെയ്യണത്. സോ നമുക്ക് വേണമെങ്കിൽ ഞാനൊരു ലെവൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കണേ. അതിൻ്റെ ഇടക്കാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ലെവൽ ഉണ്ടായിരുന്നു. സോ ഇത് നമ്മളെന്തായാലും ഈ ലെവൽ നമ്മളെന്തായാലും മുന്നോട്ട് കൊണ്ട് നടക്കണമെന്ന് ഇത് തോന്നിയോണ്ട് മാത്രമാണ് ഞാനിത് ഉണ്ടാക്കണത്. സോ ഒരു ചിന്ത തോന്നിയോണ്ട് മാത്രമാണ് അത് ഉണ്ടാക്കണത്. സോ വേണമെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് ഡിസൈൻ ചെയ്യാം ഗൈസ്. വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗൈസ് ആ ബ്ലോക്ക് ഡിസൈന്. അത് ഞാൻ ഇതൊന്ന് ഉണ്ടാക്കട്ടെ, ഈ ഷിപ്പ് പാർട്ട്. സോ ഓക്കെ. സോ നമ്മൾ അതിൽ കൂടെ നമുക്ക് എഡിറ്റ് അങ്ങനെ നമുക്ക് സെറ്റാക്കണമെന്നൊക്കെ അറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ സാധനം. ഇനിയിപ്പോൾ ആ ബ്ലോക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ ലെവൽ തന്നെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ആ ലെവൽ തന്നെ ഉണ്ട്. ആ ലെവലിൻ്റെ പേര് JXJ പ്രീമിയം എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് ആ ലെവൽ. അയ്യോ എൻ്റെ ലെവലിൻ്റെ പ്രോഗ്രസ് പോയിട്ടില്ല. ഓക്കെ, ഇതാണ് ആ ബ്ലോക്ക് ഡിസൈൻ. ഈ ബ്ലോക്ക് ഡിസൈൻ എങ്ങനെയുണ്ട്, കൊള്ളാമോ, ഏത് സാധനം? സോ ഈ ഒരു ബ്ലോക്ക് ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നൊക്കെ അറിയില്ല ഗൈസ്. ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയാണ്. അപ്പോൾ ഞാൻ ഒരു ബ്ലോക്ക് ഡിസൈൻ ഉണ്ട്. ഞാൻ ആ ബ്ലോക്ക് ഡിസൈന് കുറച്ച് റെഫറൻസൊക്കെ എടുത്തിരുന്നു. കാണിച്ചിട്ട് ഗൈസ് ഈ ബ്ലോക്ക് ഡിസൈന് ഇത് വലിയൊരു ബ്ലോക്ക് ഡിസൈനാണ്. ഇതിന് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ കാണിച്ചുതരാം. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം. ഈ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഈ സാധനമില്ല കണ്ടോ, ഞാൻ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ച് വലുതുണ്ട്. ഈ സാധനത്തിൽ ഗ്രൂപ്പുണ്ട് കേട്ടോ. ഈ സാധനമൊക്കെ ഞാൻ അതിൽ നിന്ന് കോപ്പി അടിച്ചു. പിന്നെ ഈ സാധനം എടുത്തു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ സാധനം ഞാൻ കുറേ സ്പാം ചെയ്തപ്പോൾ കാണാതെ രസമുണ്ട്. സോ അതാണ് നമ്മളൊരു സാധനം. സോ ഈ ലെവലിൽ നമ്മൾ സ്റ്റീരിയോ മാസ്റ്റർനെസ് ഇട്ട് കഴിഞ്ഞിട്ട് മാത്രമേ വരുള്ളൂ. കാരണം ഈ ലെവലിൽ ഞാൻ കുറേ വർക്ക് ചെയ്യും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഞാൻ 2 മാസം മുമ്പ് ഇങ്ങനെ സെറ്റാക്കാൻ തുടങ്ങിയത് ഇതാണ്. സോ ഞാൻ ചെറിയൊരു സ്നീക്ക് പിക്കാണ് തന്നത്. സോ പിന്നെ ഞാൻ അതിൻ്റെ ഒരു സാധനം നിങ്ങൾ കാണാൻ തോന്നുന്നില്ല, കാരണം ഇതാണ്. പിന്നെ ഈ കളറ് കുഴപ്പമില്ല, പക്ഷേ ഈ കളറ് കുറച്ചൊരു ഇതില്ലാത്ത കളറാണ്. സോ നമുക്ക് ഒരു ഇതാക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കളറ് നമുക്ക് ഈ കളർ ഏതാണ്, ഈ കളർ നമുക്ക് കുറച്ച് ഡാർക്ക് ആക്കാം. ഇതെന്തിനാണോ ഈ 2 വെച്ചിരിക്കണം, എനിക്ക് അറിയാത്തോണ്ടിരിക്കേ. 2 വെക്കേണ്ട ആവശ്യം ഉണ്ടോ? ടോപ്പ് ഗായ്സ്, മറ്റേത് ഞാൻ മറന്ന ഗൈസ്, നമ്മളെ ഈ പ്ലാറ്റ്ഫോമുകളൊന്നും ഇതാകണ്ടേ ആണ് ഇതായിരിക്കും കളറ്. പിന്നെ നമ്മളിവിടെ നിന്ന് ആവും. പിന്നെ ഈ സാധനം, ഈ സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ സാധനം എടുക്കാം ഗൈസ്. ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. കാരണം വെറുതെ എന്തിനാണ്. ഓക്കെ, നമുക്ക് ഫില്ല് ചെയ്താലാണ് ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇനി വേണ്ട വേസ്റ്റ്, ഇത് വേണ്ട.
നമ്മളിനി അവിടെ നേരെ ഒരു വേവ് ആവുന്നു. കാരണം നമ്മൾ ആ വേവ് ആകുമ്പോൾ നമ്മളൊരു ട്രാൻസിഷൻ ഉണ്ട്. സോ ഞാൻ ആ ട്രാൻസിഷൻ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഈ ഒരു മോഡിൽ കൂടെ കസ്റ്റം ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ മോഡ് നിങ്ങൾ എന്തായാലും കയറ്റണം. ഈ മോഡ് വെച്ചിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ എൻ്റെ ആ മറ്റേ ഒബ്ജക്റ്റ് ഏത് എൻ്റെ ആ സാധനം ഞാൻ വിളിച്ചത് 3D വേവ് ബ്ലോക്ക് എന്നാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ വേണമെങ്കിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് ഗൈസ്, പൊളി സാധനമാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഓരോ സമയം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കും. സോ അത് അടിപൊളിയാണ്. സോ ഗൈസ് ഓക്കെ, ഇൻപുട്ട് ഓവർലേ ഇൻപുട്ട് ഓവർലേ ഒക്കെ ഉണ്ട്. നല്ല മോഡ്സ്, നല്ല ഒബ്ജക്ട്സ് ഒക്കെ തരുന്നുണ്ട്. ഇത് നമ്മളെ നല്ല യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇത് നല്ല യൂസ്ഫുള്ളാണ്. സോ ഇതിലിപ്പോൾ ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്യണം. പറ്റുമോ നോക്കട്ടെ ഗൈസ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് ട്രാൻസിഷൻ ഒന്ന് നോക്കി നോക്കുക ഗൈസ്, ഏത് ട്രാൻസിഷനാണ് നല്ലതെന്ന്. ഓക്കെ, ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടും നമുക്ക് ആ ട്രാൻസിഷൻ ഒന്ന് നോക്കി നോക്കാം. വെറുതെ ഗൈസ് നമുക്ക് ആ ട്രാൻസിഷൻ നോക്കി നോക്കാം. ഗൈസ് ഇതാണ് ട്രാൻസിഷൻ. വെയിറ്റ് ഇത് ഇങ്ങനെയല്ലേ വരണ്ടേ? ഇത്ര ലെങ്ത്ത് വിടാൻ പാടില്ലല്ലോ. ഇതുപോലെ ഗൈസ് നമുക്ക് ഇത് വേണ്ട. ആണെങ്കിൽ കണ്ണ് വേണം, അങ്ങനത്തെ ട്രാൻസിഷനാണ്. സോ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. വിഷമമുണ്ട് ഗൈസ്, എന്നാലും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് തോന്നുന്നത് ഉണ്ടാക്കിയത്. ട്രാൻസിഷൻ സോങ് വിത്തൗട്ട് സ്മെൻറ്റ് കൂൾ ട്രാൻസിഷൻ. എനിക്ക് ജസ്റ്റ് ഒരു ഇതാണ്. എത്ര ഒബ്ജക്ട്സോ? 12 ഒബ്ജക്ട്സ് ഉള്ളു ഗൈസ്. ചെറിയൊരു നൈസ് ഒബ്ജക്റ്റ് ഇത് ട്രാൻസിഷൻ. ഓ ഗൈസ്, ഇതെന്താ വലുതെന്ന് തോന്നി. നമുക്ക് നോക്കാം ഗൈസ് ഇത് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ. നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ചെറിയ എന്തോ ഒരു ഇത്. വെയിറ്റ് ഗൈസ്, നമുക്കിത് ഒന്ന് നമുക്ക് അടുത്താക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കൊള്ളായിരുന്നു. ഓക്കെ, ഇത് കൊള്ളാം ഗൈസ്. സോ ഇതായിരിക്കും നമ്മളെ ട്രാൻസിഷൻ. നമ്മൾ ചെറിയൊരു ട്രാൻസിഷൻ ഇവിടെ വെക്കും. നമുക്ക് ഇനി ഇതിൻ്റെ ഈ ട്രാൻസിഷനിലുള്ള സാധനങ്ങളില്ല, അതൊക്കെ നമുക്കൊന്ന് ഒന്ന് ചെറിയൊരു ട്രാൻസിഷൻ. ഉണ്ട് ഗൈസ്. സോ നമുക്ക് നൈസായിട്ട് നമുക്ക് ഞാൻ വെള്ളം കുടിക്കുകയാണ്. നമുക്ക് ഞാൻ കുറേ നേരം ഇത് ഉണ്ടാക്കണം.
ഓക്കെ, നമ്മൾ ഇനി ഇത് നമ്മൾ എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് വെക്കാം. എൻ്റെ മോനെ, ഓക്കെ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളെടുത്തിട്ട് ഇവിടെ വെക്കുകയാണ്. നമ്മളിതാക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ മാറിയിട്ട് നമ്മളൊരു അടിപൊളി സെറ്റപ്പ് ആവാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കറിയില്ല ഗൈസ്. നമ്മളൊരു വേവ് എന്തേ വേവ് പോർട്ടൽ എന്തേ നമുക്ക് വേവ് ഗൈസ് ഇത് സെറ്റാക്കാൻ കുറച്ച് പണിയാണ് ഗൈസ്. കാരണം ഈ സാധനമൊക്കെ കിട്ടണം ഗൈസ്. അതിന് നമ്മളൊരു കറക്റ്റ് ആംഗിളിൽ ഇത് വെക്കണം. സോ ഞാനെന്താ ചെയ്യണമെന്ന് അറിയോ, ഇതെടുത്ത് നമ്മൾ കുറച്ച് അടിയിലാണ്ട് വെക്കും. ഓക്കെ, ഇതെടുത്ത് നമ്മൾ കുറച്ച് അടിയിലാണ്ട് വെക്കും. സ്റ്റാർട്ട് പൊസിഷൻ കൊടുത്ത് ഇവിടെ വെക്കും. പിന്നെ നമ്മൾ ഇതെടുത്ത് ഇവിടുന്ന് ചെറിയൊരു പീസ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇത് കിട്ടുന്നുണ്ട്. ഇത് സെറ്റ് സാധനം സെറ്റ്. ഓക്കെ, നമ്മൾ ഈ സാധനം എടുത്ത് നമ്മൾ കുറച്ച് അങ്ങോട്ട് വെക്കേണ്ടി വരും. കാരണം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല, എന്നാലും നമ്മൾ സെറ്റാക്കും. സോ നമ്മളെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഭാഗത്തൊക്കെ സെറ്റാകും. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.